പവിത്രം സീരിയലിന്റെ സീസൺ 2 എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നല്ല സിനിമാറ്റിക് ആയിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിക്രവും വേദയും രണ്ടു വഴിയിലേക്കായിട്ട് പോവാണ്. വേദയുടെ മനസ്സിൽ നീർചിത്രം പോലെ ഇങ്ങനെ തോന്നിപ്പിച്ചു. പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴക്കം അവളുടെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. വിലങ്ങണിയിച്ച കയ്യുമാലി പോലീസുകാർക്ക് നടുവിൽ തലകുനിച്ച് നിൽക്കുന്ന വിക്രമിനെ കണ്ടപ്പോൾ വേദയുടെ ശ്വാസം നിലക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളൊന്ന് ഉച്ചത്തിൽ വിക്രമിനെ വിളിക്കാൻ ശ്രമിച്ചു. വിക്രം! ചുണ്ടുകൾ വിതുമ്പിയെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. വിക്രം ജീപ്പിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവസാനം കൂടി ഒന്നുകൂടി തിരിഞ്ഞു നോക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ ആ പോലീസ് അവനെ വേഗത്തിൽ തന്നെ വണ്ടിയിലേക്കങ്ങ് തള്ളിക്കയറ്റി കൊണ്ടുപോയി. വണ്ടിയുടെ ഡോറ് വലിച്ചെടുക്കുന്ന ശബ്ദം അവളുടെ നെഞ്ചിലാണ് കൊണ്ടത്. ജീപ്പ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ചക്രങ്ങൾ ഉരുളുന്നതിനൊപ്പം തന്നെ വേദയുടെ പ്രതീക്ഷകളും അകന്നകന്നു പോവുകയായിരുന്നു. വിധി അവർക്കിടയിൽ വലിയൊരു ഇരുമ്പൽ നീർത്തിരുന്നു. എങ്ങോട്ടേക്കെന്നില്ലാതെ അവൾ നടക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളതൊന്നും അവൾക്ക് കാണുന്നുണ്ടായിരുന്നില്ല. വാഹനങ്ങളുടെ തിരക്കും മനുഷ്യന്മാരുടെ ബഹളങ്ങളും ആ കാതുകളിൽ എത്തിയിരുന്നില്ല. ഒരു വണ്ടിയിൽ അവളും മറ്റൊരു വണ്ടിയിൽ വിക്രമും അടുത്തടുത്തായി കടന്നുപോകുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഹൃദയങ്ങൾ പരസ്പരം വിളിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ നോട്ടം കൊണ്ടുപോലും പരസ്പരം കാണാനാവാതെ അവർ രണ്ടു വഴിക്കായിട്ട് അങ്ങ് അകന്നു പോവാണ്. ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ അങ്ങ് അകറ്റിക്കളയും. ഡൽഹിയിലെ തിരക്കേറിയ ആ ഒരു ഷോപ്പിംഗ് മാള്, വെളിച്ചവും ബഹളവും നിറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ സിറ്റി കമ്മീഷണർ തരുണും ഭാര്യ രാധയും നടക്കുന്നുണ്ടായിരുന്നു. സിറ്റിയിലെ ക്രിമിനലുകളുടെ പേടി സ്വപ്നമാണ് തരുൺ. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന അയാൾക്ക് ശത്രുക്കൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും തോക്കേന്തിയ പോലീസുകാരുടെ വലിയൊരു സുരക്ഷാ വലയം അവർക്ക് ചുറ്റുമുണ്ടാവും. പക്ഷേ ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രാധയ്ക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. തരുൺ, എനിക്ക് ഈ പോലീസുകാരെയൊക്കെ കൂട്ടി ഷോപ്പിംഗ് ചെയ്യാനൊന്നും വയ്യ. നമ്മളൊരു സാധാരണ ഭാര്യയും ഭർത്താവുമായിട്ട് വന്നാൽ പോരെ? രാധയുടെ മുഖത്ത് ചെറിയൊരു പരിഭവമുണ്ടായിരുന്നു. ഗർഭിണിയായ ഭാര്യയുടെ വാക്കുകൾക്ക് മുന്നിൽ തരുൺ കീഴടങ്ങി. കൂടെയുള്ള ഗാർഡ്സുകളോട് പുറത്തു നിൽക്കാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ അയാൾ രാധയുടെ കയ്യും പിടിച്ച് മാളിലേക്ക് കയറി. ബേബി കെയർ സെക്ഷനിലെത്തിയപ്പോൾ രാധയുടെ മുഖത്തെ പരിഭവം അങ്ങ് മാറി. അവിടെ വലിയൊരു സന്തോഷം നിറഞ്ഞു നിന്നു. 2 വയസ്സ്, 3 വയസ്സ്, 5 വയസ്സ് എന്നിങ്ങനെ പല വിധത്തിലുള്ള കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഇത് നോക്കിയ തരുൺ, ഈ കൊച്ചുടുപ്പ് കാണാൻ എന്ത് ഭംഗിയല്ലേ? അവൾ ഒരു ചെറിയ ഫ്രോക്ക് എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, ഭയങ്കര ഭംഗിയാ, നിന്നെക്കാളും ഭംഗിയുണ്ട്, തരുൺ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും ആ സന്തോഷത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് തരുണിന്റെ പോലീസുകാരനായ ഉള്ളിലൊരു ബുദ്ധി ഉണർന്നത്. മാളിന്റെ പല കോണുകളിൽ നന്നായി തന്നെ ചില അദൃശ്യമായ കണ്ണുകൾ അവരെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അയാൾ ചുറ്റുമൊന്ന് നോക്കി. കുറച്ചു മാറി നിൽക്കുമ്പോൾ ചിലർ അവരുടെ നോട്ടം തങ്ങളിലേക്കിങ്ങനെ തരുൺ പെട്ടെന്നങ്ങ് തിരിച്ചു നോക്കി. ഗുണ്ടകളാണ്. തനിക്കെതിരെയുള്ള ശത്രുക്കൾ ന്യൂഡൽഹിയിലെ ഈ തിരക്കിലും തന്നെ തേടിയെത്തിയിരിക്കുന്നു. രാധ, നമുക്ക് വേഗം പോവാം. തരുൺ പെട്ടെന്ന് തന്നെ അവളുടെ കൈ പിടിച്ച് വേഗം തന്നെ നടക്കാൻ ശ്രമിച്ചു. എന്താ തരുൺ, എന്തു പറ്റി പെട്ടെന്ന്? രാധക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്നുമില്ലേ, നീ വേഗം വായോ. അയാൾ അവളെയും കൂട്ടി പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവർ അങ്ങ് വളയപ്പെട്ടിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു ആക്രമണം. 4-5 പേർ ഒന്നിച്ചു വന്ന് തരുണിന് നേരെ അങ്ങ് പാഞ്ഞെടുത്തു. തരുൺ അവരെ ശക്തമായി തന്നെ ഒന്ന് നേരിട്ടു. അടിപിടികൾക്കിടയിൽ പെട്ടെന്നാണ് എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ രാധ പെട്ടെന്ന് ഭയന്ന് വിരിച്ച് തരുണിനെ അവരങ്ങ് ആക്രമിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ പേടിയും ടെൻഷനും കാരണം അവൾ അവിടെ തന്നെ അങ്ങ് ബോധം കെട്ടി വീഴാണ്. രാധ! തരുൺ അലറി വിളിച്ചു. അവൾ വീഴുന്നത് കണ്ടപ്പോൾ അയാളുടെ പോലീസുകാരൻ ഒരു നിമിഷം അങ്ങ് മാറി നിൽക്കുകയും ഒരു ഭർത്താവിൻ്റെ ഭയം അയാളിൽ നിറയുകയും ചെയ്തു. ഗുണ്ടകളെയൊക്കെ അവിടെ തന്നെ വിട്ട് അയാൾ രാധയുടെ അടുത്തേക്ക് ഓടിയെത്തി. തരുണിന്റെ രൗദ്രഭാവം കണ്ട ഗുണ്ടകൾ അപ്പോഴേക്കും അവിടെ നിന്നും ഓടി മറഞ്ഞിരുന്നു. ബോധമില്ലാതെ കിടക്കുന്ന രാധയെ വാരിയെടുത്തുകൊണ്ട് തന്നെ തരുൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വന്നപ്പോൾ തന്നെ വേദയുടെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ട ആദ്യത്തെ ട്രെയിനിൽ കയറി അവൾ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. തൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും വളരെ ദൂരെ. കയ്യിലുള്ള ചെറിയൊരു ബാഗും പിടിച്ച് അവൾ നേരെ പോയത് കൂട്ടുകാരി ശ്രേയയുടെ ഫ്ലാറ്റിലേക്കാണ്. വാതിൽ തുറന്ന ശ്രേയ വേദയെ കണ്ടപ്പോൾ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. വേദ, നീ ഇവിടെ? അതും ഈ കോലത്തിൽ? വേദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. പിന്നെ നടന്നതെല്ലാം തന്നെ അവൾ ശ്രേയയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രേയ അവളെ ചേർത്ത് പിടിച്ചു. വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ശ്രേയ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നന്നായിട്ട് പ്രസവിച്ച് വളർത്തണം. എൻ്റെ വിക്രം ജയിലിൽ നിന്നും തിരികെ വരുമ്പോൾ അവൻ്റെ കുഞ്ഞുമായി ഞാൻ അവനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എനിക്കതിന് കഴിയണം. വേദയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഒരമ്മയാവാൻ പോകുന്നവളുടെ കരുത്ത് ആ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വേദ ന്യൂഡൽഹിയിലെ ഒരു കോൾ സെന്ററിൽ ജോലിക്ക് പ്രവേശിച്ചു. അവൾക്ക് ജീവിക്കാനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ജയിലിൽ ഇരുട്ടിയായ വിക്രമിന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ വേദ എവിടെയാണെന്നറിയാതെ അവൻ നീറിപ്പോകുന്നുണ്ടായിരുന്നു. അവനെ കാണാൻ അച്ഛയും അമ്മയും ജയിലിലേക്ക് വന്നു. സുധാകര മാഷും കമലമ്മയും വിക്രമിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ കമലമ്മയുടെ നെഞ്ചു പൊട്ടി. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ കുറെ കരഞ്ഞു.
വേദ വേദ എവിടെ അമ്മേ? അവളെന്നെ കാണാൻ വരാത്തതെന്താ? വിക്രം ചോദിച്ചപ്പോൾ കമലക്കും മാഷും പരസ്പരം നോക്കാനേ കഴിഞ്ഞുള്ളൂ. അവരുടെ പക്കൽ അതിനുള്ള ഉത്തരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലേക്കാണ് വേദ ജോലി ചെയ്യുന്നത് വെച്ച് ഒരു ദിവസം TV-യിൽ ഒരു വാർത്ത കാണുന്നത്. വിക്രമിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന്. ആ വാർത്ത കേട്ട നിമിഷം അവളുടെ ലോകമങ്ങ് തകർന്നു വീഴുന്നത് പോലെ തോന്നി. തൻ്റെ ജീവിതത്തിലെ ഒരു പ്രതീക്ഷയാണ് അവിടെ അസ്തമിക്കുന്നത്. നാട്ടിൽ വിക്രമിൻ്റെ വീടും ഒരു വലിയ ശവപ്പറമ്പ് പോലെയായിരുന്നു. കമലമ്മയുടെ അവസ്ഥ വളരെ മോശമായി. മകന്റെ വിധി അവരെ മാനസികമായി തന്നെ തളർത്തി കളഞ്ഞിരുന്നു. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി പിന്നെ അവർക്ക്. സുധാകര മാഷ് മരുന്നുകളുമായി അവർക്ക് പിന്നാലെ തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും വിക്രമിനെ പുറത്തിറക്കാൻ വേണ്ടി മാഷ് പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അവർ രണ്ടുപേരും ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. കമലേ, നീ നോക്കിക്കോ, നമ്മളതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാമെന്ന് മാഷ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും ഞാൻ ജീവനോടെ ഉണ്ടാവുമോ മാഷേ? കമലമ്മയുടെ ആ ചോദ്യം മാഷിന്റെ ചങ്കിലാ കൊണ്ടത്. നിങ്ങൾ ശ്രീജയുടെ കൂടെ താമസിക്കണം മാഷേ. അവർക്ക് മുഖം കറുപ്പിക്കാനൊന്നും കഴിയില്ല. പിന്നെ എൻ്റെ ചിതക്ക് വിക്രമിനെ കൊണ്ട് തീ കൊളുത്തിപ്പിക്കണം. അതിനുവേണ്ടി ഇനി എൻ്റെ ബോഡി മോർച്ചറിയിൽ എത്ര നാൾ സൂക്ഷിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. അവനെ കൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കണം. എൻ്റെ വേദയും കൂടി വന്നിട്ട് അവളെ കൂട്ടിയിട്ട് വേണം അതൊഴുക്കാൻ വേണ്ടിയിട്ട്. കമലമ്മയുടെ വാക്ക് കേട്ട് സഹിക്കാൻ കഴിയാതെ മാഷ് കണ്ണു തുടച്ചു. മതി കമലെ, എനിക്കിനി കേൾക്കാൻ വയ്യ. അയാൾ അവിടെ നിന്നും വേഗത്തിൽ തന്നെ നടന്നു മാറാണ്. വേദയും ശ്രേയും കൂടി ഡൽഹിയിലെ ഒരു സിറ്റി പാർക്കിലൂടെ നടക്കുകയായിരുന്നു. വേദയുടെ മനസ്സിൽ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ശ്രേയ അവളെ പുറത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല തണുപ്പുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവർ സംസാരിച്ചു നിൽക്കുന്നതിൽ കുറച്ച് അകലെയായിട്ട് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ യൂട്യൂബ് റീൽസൊക്കെ എടുക്കുന്നതൊക്കെ അവർ കണ്ടു. പാട്ടിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യാണ്. വേദയും ശ്രേയും അത് കണ്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ നടന്നു നീങ്ങി. പക്ഷേ അവർ പോലും അറിയാതെ ആ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേദയുടെ മുഖം വ്യക്തമായി തന്നെ പതിഞ്ഞിരുന്നു. അത് വലിയൊരു പ്രശ്നത്തേക്കുള്ള വഴിയാണെന്ന് അവരൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. തൻ്റെ ഒളിജീവിതം അവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നാട്ടിൽ വേദയുടെ ചേട്ടൻ ശ്രീകാന്തിന്റെ ഫോണിലേക്കാണ് ആ ഒരു റീൽസ് അയച്ചു കൊടുക്കുന്നത്. ആരോ അയച്ചു കൊടുക്കുകയാണ്. അവൻ വെറുതെ അത് കണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കി. അവന്റെ കണ്ണുകൾ തിളങ്ങി. വേദ. അവൻ അവളെ തിരിഞ്ഞു നടക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണമെന്ന വാശിയിലായിരുന്നു അവൻ. ആ റീൽസ് കണ്ടതോടുകൂടെ അവൾ ഡൽഹിയിലുണ്ട് എന്ന കാര്യം ശ്രീകാന്തിന് ഉറപ്പായി. ഉടനെ തന്നെ അവൻ തന്റെ ഗുണ്ടകളെ ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പ്രസവത്തിന് ഇനി വെറും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വേദയുടെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ശ്രേയക്ക് അന്ന് ഹോസ്പിറ്റലിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അവൾ തന്നെയാണ് വേദയെ അഡ്മിറ്റ് ചെയ്തതും. അരുണ എന്നൊരു മലയാളി നഴ്സാണ് വേദയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു വലിയ മുറിക്ക് നടുവിൽ ഒരു കർട്ടൻ തിരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വശത്താണ് വേദയുടെ ബെഡ്. അപ്പുറത്ത് മറ്റൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് കിടക്കുന്നത് സിറ്റി കമ്മീഷണർ വൈഫാണ് ചേച്ചി. അരുണ പതിയെ വേദയോട് പറഞ്ഞു. സംഘം വിഹാർ എന്നൊരു സ്ഥലമുണ്ട് ഡൽഹിയിൽ. ക്രിമിനലുകളുടെ താവളമായിരുന്നു. വെറും 2 മാസം കൊണ്ട് അത് ക്ലീൻ ആക്കിയ ആളാ ഈ കമ്മീഷണർ തരുൺ. അതോടെ അയാൾക്ക് ഇവിടെ ഒരുപാടധികം ശത്രുക്കൾ കൂടി. പക്ഷേ ചേച്ചി ഒന്ന് നോക്കിക്കേ, അവരുടെ ഭാര്യ കൈപ്പിടിച്ചിരിക്കുന്ന ആ മനുഷ്യരെ കണ്ട ക്രിമിനലുകളെ വിറപ്പിക്കുന്ന ആളാണെന്ന് തോന്നുകയില്ല. അത്ര പാവമായിട്ടായിരിക്കുന്നത്. അരുണ പോയതിനു ശേഷം വേദ തനിച്ചായി. അവൾ തൻ്റെ പഴയ കാലത്തിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. വിക്രമുമായിട്ടുള്ള ആ നല്ല നിമിഷങ്ങൾ ഓരോന്നോരോന്നായി അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോഴാണ് നൈറ്റ് റൗണ്ട്സിന്റെ ഭാഗമായി ശ്രേയ അങ്ങോട്ടേക്ക് വന്നത്. വേദയെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വേദ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. വിഷമിച്ചിരിക്കുകയാണെന്നോ? ആരാ നിന്നോട് പറഞ്ഞത്? ഞാൻ വിക്രമുമായിട്ടുള്ള ആ ഒരു ദിവസങ്ങൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ശ്രേയ. അതോർക്കുമ്പോൾ എനിക്ക് സങ്കടം നിറഞ്ഞൊരു സന്തോഷമില്ലേ? അതാണ് എനിക്ക് കിട്ടുന്നത്. വല്ലാത്തൊരു സന്തോഷമുള്ള കുളിർമ. എന്ത് സന്തോഷം? അവൻ നിന്നെ വിട്ടുപോയതിന്റെ സങ്കടമല്ലേ നിനക്ക് വേണ്ടത്? അല്ലടി, നിനക്ക് മോഹൻലാലിന്റെ ചിത്രത്തിലെ ആ സീൻ ഓർമ്മയുണ്ടോ? അങ്കിൾ ഊണുകാലമായി വരൂ എന്നിങ്ങനെ രഞ്ജിനി വിളിക്കുന്ന നെടുമുടി വേണു അത്ഭുതത്തോടെ നോക്കുന്നൊക്കെ ഒരു സീനില്ലേ? അവൾക്ക് അയാളോടുള്ള ഇഷ്ടം മാറുന്ന ആ ഒരു നിമിഷം. അതുപോലെയായിരുന്നു ഞാനും വിക്രമും. വേദ അതിങ്ങനെ അഭിനയിച്ച് കാണിച്ചു. അങ്കിൾ ഊണുകാലമായി വരൂ, ദേ മറ്റേയാളെ കൂടി വിളിച്ചേക്ക് കേട്ടോ എന്ന് പറയുമ്പോൾ സംവിധായകൻ അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം നമുക്ക് കാണിച്ചു തന്നില്ലേ? വെറുത്ത് പിന്നീട് അത് സ്നേഹമായും പ്രണയമായും മാറിയ ആ ഒരു കഥ. വേദ ഒരു നിമിഷം കണ്ണടച്ചു. ഒരു ഗുണ്ടയും തെമ്മാടിയുമായ ഒരുത്തിനെ കടുത്ത വെറുപ്പോടെയും പകയോടും കണ്ട കാലം. പിന്നെ അത് ദേഷ്യമായി, സഹതാപമായി, സൗഹൃദമായി, കുസൃതിയായി, സ്നേഹമായി, അവസാനം അങ്ങേയറ്റത്തെ പ്രണയമായി മാറിയ ഒരു വർഷകാലം. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ ഞാനങ്ങ് വിതുമ്പിപ്പോവും. ഇതിങ്ങനെയാണോ നീ ഇങ്ങനെ സങ്കടം വിളിക്കുന്നത്? അല്ലടി, ഇതാണെൻ്റെ ആനന്ദ കണ്ണീര്. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രേയ വന്ന് അവളെ അങ്ങ് ഇറക്കി കെട്ടിപ്പിടിച്ചു.
നിന്നോട് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല വേദ. അതിനൊരു മറുപടിയും ആവില്ല. എടി, നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ വാർഡിൽ ചോദിച്ചു നോക്കി. നൈറ്റ് ഷിഫ്റ്റ് മാറാൻ അവർ സമ്മതിക്കുന്നില്ല. സാരമില്ലടി, നീ പോയിക്കോ. ദേ, ഈ സ്വിച്ച് കണ്ടോ? ഇതൊന്ന് അമർത്തിയാൽ മതി. ഇവിടുത്തെ ആളുകൾ പറന്നെത്തുമെന്ന ആ അരുണ പറഞ്ഞിരിക്കുന്നത്. വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അരുണയോ? ആ, ഒരു വായാടി നഴ്സ്. പാവമാണ്, നല്ല നഴ്സാ. ദേ, ഈ റൂമിലെ മറ്റേ പേഷ്യൻറ്റിനെ കുറിച്ച് വലിയ വിവരണം തന്നെ നിനക്ക് തന്നിട്ടുണ്ടാകുമല്ലോ. എന്തായാലും കൂടുതൽ അടുപ്പിക്കാനൊന്നും പോവണ്ട. എന്തെങ്കിലും വിട്ടു പറഞ്ഞാൽ അവളത് വേറെ ആളുകളോടൊക്കെ പോയി പറയും. ശ്രേയ അവളെ ഓർമ്മിപ്പിച്ചു. ശരി ഡോക്ടർ, ഞാൻ മരുന്നൊക്കെ കഴിച്ചോളാം, വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോകാൻ നേരം ശ്രേയ തിരിഞ്ഞു നിന്നു. ശ്രേയ വേദയെ വിളിച്ചു. കോളേജിൽ വെച്ച് നമ്മൾ അത്ര അടുപ്പത്തിലൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നീയായിരുന്നു ശരിക്കും എൻ്റെ സുഹൃത്ത് എന്ന് നിനക്ക് തോന്നുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. ശ്രേയയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് വേദ. ഈ അൺകണ്ടീഷൻ ലവ് എന്ന് പറയില്ലേ, അത് നമുക്ക് ഫാമിലിയിൽ നിന്നോ പാർട്ട്നേഴ്സിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും ഒരിക്കലും കിട്ടില്ല. ആ ബന്ധത്തിലൊക്കെ എല്ലാവരും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും അങ്ങനെയല്ല. റിയൽ ഫ്രണ്ട്ഷിപ്പ് നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കത്തില്ല. അവർക്ക് വേണ്ട സമയത്ത് നമ്മളൊരു സാന്നിധ്യമായി കൂടെയുണ്ടായാൽ മാത്രം മതി. അവൾ വേദയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഡ്യൂട്ടിക്ക് പോയി. ശ്രേയ പോയതോടുകൂടി വേദ വീണ്ടും തനിച്ചായിരുന്നു. പെട്ടെന്നിനെ അപ്പുറത്തെ കർട്ടനടുത്ത് നിന്ന് ഒരു തേങ്ങൽ അവൾ കേട്ടു. ആരോ കരയുന്ന ശബ്ദം. അവൾ പതിയെ ആ ഒരു ബെഡിൽ നിന്നും എഴുന്നേറ്റ് കർട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ പ്രായമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. തരുണിൻ്റെ അമ്മായിയായിരുന്നു അത്. അല്ല, തരുണിൻ്റെ അമ്മയായിരുന്നു അത്. അവർ വേദയെ കണ്ട് കണ്ണു തുടച്ചു. പുതിയ അഡ്മിഷനാണോ? അവർ ഹിന്ദിയിൽ ചോദിച്ചു. അതെ, ഞാൻ മലയാളിയാണെന്ന് വേദ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ അമ്മയുടെ മുഖത്ത് വലിയൊരു ആശ്വാസം കണ്ടു. നാട്ടിലെവിടെയാ മോളെ? തിരുവനന്തപുരം. ഞാൻ കൊട്ടാരക്കരയാ മോളെ, ആ സ്ത്രീ പറഞ്ഞു. എന്നിട്ട് വേദയുടെ വലിയ വയറോളം അവളുടെ ഒറ്റപ്പെടലും ഒക്കെ നോക്കിയിട്ട് അവർ ചോദിച്ചു. മോളെ, നിന്റെ കൂടെ ആരുമില്ലേ? ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളിപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. അതല്ല, ഹസ്ബൻഡ് അങ്ങനെ ആരുമില്ലേ? ആ, ഭർത്താവ് പുറത്തായിരിക്കൂലേ? അവർ തന്നെ മറുപടിയും പറഞ്ഞു. വേദ വെറുതെ എന്ന് തലയാട്ടി. അതെ, അവൾ അവരോട് ഇരിക്കാൻ പറയണേ. അപ്പുറത്ത് കിടക്കുന്ന പേഷ്യൻ്റ് എൻ്റെ മരുമകളാ, രാധിക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട്. 8 മാസമേ ആയിട്ടുള്ളൂ. അവൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പോലും. അവളുടെ മുന്നിൽ ഞാൻ ധൈര്യം കാണിച്ച് പിടിച്ചു നിന്നതാ മോളെ. പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒറ്റക്കായിരിക്കുമ്പോഴാ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് വേദയുടെ നെഞ്ചു പിടഞ്ഞു. ആ ഒറ്റപ്പെടൽ എന്താണെന്ന് അവൾക്കറിയാമല്ലോ. അവൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതേസമയം ഡൽഹിയിലെ നഗരത്തിലെ കൊടും തണുപ്പിലൂടെ 2 വലിയ വാഹനങ്ങൾ അങ്ങ് കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ വേദയുടെ ചേട്ടൻ ശ്രീകാന്തും അവൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. അവൾ ഡൽഹിയിൽ എവിടെയോ ഉണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ കണ്ടെത്തണം. ശ്രീകാന്ത് മുന്നിലിരിക്കുന്ന തൻ്റെ വിശ്വസ്തനോട് പറഞ്ഞു. അവിടെ എൻ്റെ ആളുകൾ നിങ്ങളെ സഹായിക്കും. ഈ ഒരു അവസ്ഥയിൽ 9 മാസം ഗർഭിണിയായ അവൾക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോവാതിരിക്കാൻ പറ്റില്ല. അതായിരിക്കണം നമ്മുടെ ആദ്യ ടാർഗറ്റ്. ഡൽഹിയിലെ എല്ലാ ഹോസ്പിറ്റലുകളും ഗൈനക്കോളജിസ്റ്റൽ വിഭാഗത്തിൽ നിന്നും ഇങ്ങനൊരു സ്ത്രീ ചെന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പേര് വെച്ച് അന്വേഷിക്കാൻ പാടായിരിക്കും ബോസ്, കൂടെയുള്ളവർ പറഞ്ഞു. അതെ, അവൾ കറക്റ്റായിട്ടുള്ള പേര് കൊടുത്ത് കാണാനൊന്നും വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഹോസ്പിറ്റലിൽ നേരിട്ട് പോയി കണ്ട് ഉറപ്പാക്കണം. എനിക്ക് അവളെ കിട്ടിയേ തീരൂ. ശ്രീകാന്തിൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീ എരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിലെ ആ ഒരു വലിയ നഗരത്തിൽ ക്രിമിനലുകൾക്ക് വേണ്ടി ജീവിക്കാൻ കൊതിക്കുന്ന വേദയും ചുറ്റും വലിയൊരു വലമുറുക്കുന്നുണ്ടായിരുന്ന വിധിയുടെ മറ്റൊരു വലിയ പരീക്ഷണം കൂടി അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തരുണും രാധയും കടന്നു പോകുന്ന ആ ഒരു വലിയ പ്രതിസന്ധി ആശുപത്രിയിലെ ആ രാത്രി പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അങ്ങ് കൊണ്ടുവരുമെന്ന് ഉറപ്പായിരുന്നു.